എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നമ്മുടെ ഈ ലൈവ് മീറ്റിംഗിലേക്ക് ഹാർദവമായ സ്വാഗതം ചൊല്ലുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നമുക്ക് ദൈവമേൽപ്പിച്ച തിരുവെഴുത്തിലേക്ക് ഇത് രാത്രി ഞാൻ പ്രവേശിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ ഞാൻ വായിക്കുന്നു. തിരുവെഴുത്തുള്ളവരെല്ലാം വചനം ബൈബിൾ തുറക്കുക. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹീതനായ പത്രോസ്ലീഹ സഭയ്ക്ക് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി ഈ ലേഖനം എഴുതിയപ്പോൾ ഇതിനകത്ത് ഒത്തിരിയും കാര്യങ്ങൾ മർമ്മരൂപത്തിനകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു. തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വെളിച്ചത്തിലേക്ക് വരുന്നില്ല. ദൈവം പലപ്പോഴും പല കാര്യങ്ങളും ദൈവം മറച്ചുവെച്ച് സംസാരിക്കാറുണ്ട്. മനഃപൂർവമായി ദൈവം പല കാര്യങ്ങളും മറച്ചുവെച്ച് സംസാരിക്കാറുണ്ട്. മറച്ചുവെച്ചെന്ന് പറയുമ്പോൾ മർമ്മരൂപത്തിൽ ദൈവം പല കാര്യങ്ങളും മനുഷ്യനോട് സംസാരിക്കാറുണ്ട്. മനസ്സിലാകാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെളിപ്പെടുത്തേണ്ടാത്തതായ രീതിയിൽ ദൈവം ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഒരു ഹിന്റും തരാതെ ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഈ അപൂർണമായി മാത്രം ചില കാര്യങ്ങൾ ദൈവം നമ്മെ അറിയിക്കാറ്. വ്യത്യസ്തമായ രീതിയിൽ ബൈബിൾ പഠിച്ചാൽ ദൈവം സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചില കാര്യം കർത്താവ് ഭാഗികമായി പറയും. അതാണ് ഞാൻ ഇന്നലെ എടുത്തത്. ഇന്ന് രാവിലത്തെ നമ്മുടെ മോർണിംഗ് മെസ്സേജ് അതായിരുന്നു. ഇരമ്യാവിനോട് ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു. ശുശ്രൂഷയ്ക്കകത്ത് താൻ അനുഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞില്ല. അപ്പൊ അത് മറച്ചു വെച്ച് സംസാരിച്ചു. അപൂർണമായിട്ട് ദൈവം സംസാരിച്ചു. ശേഷം കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി. ലേഖനങ്ങൾ പഠിക്കുമ്പോൾ മർമ്മരൂപത്തിൽ ദൈവം സംസാരിക്കുന്നു. ഞാൻ ഇതിനകത്തു നിന്നെല്ലാം മനസ്സിലാക്കുന്ന ഒരു വലിയ ആത്മീയ സത്യം ഞാൻ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ഈ കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് തിരുവെഴുത്ത് പൂർണ്ണതയുള്ള ഒരു ഗ്രന്ഥമാണ്. നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ദൈവം പലപ്പോഴും പൂർണ്ണമായിട്ട് എന്നോട് സംസാരിക്കുന്നില്ല. പൂർണ്ണമായ നിലയിൽ എന്നോട് സംസാരിക്കുന്നില്ല. പൂർണ്ണമായ നിലയിൽ താങ്കളോട് സംസാരിക്കുന്നില്ല. പൂർണ്ണമായ നിലയിൽ ആരോടും സംസാരിക്കുന്നില്ല. ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ദൈവത്തിൻ്റെ പൂർണ്ണ സമയത്തിലേക്ക്, അതായത് മനുഷ്യന്റെ ഒരു ദിവസം ദൈവത്തിൻ്റെ 1000 ദിവസം മനുഷ്യന്റെ ഒരു ദിവസമാണ്. ഒന്നുകൂടെ, ദൈവത്തിൻ്റെ 1000 ദിവസം മനുഷ്യന്റെ ഒരു ദിവസമാണ്. അപ്പോ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്കും ദൈവത്തിൻ്റെ സമയത്തിലേക്കും ഒരു വ്യക്തി കേറാത്തടുത്തോളം കാലം ദൈവത്തിന് പല കാര്യവും മനുഷ്യനോട് ഭാഗികമായി മാത്രമേ അറിയിക്കാൻ പറ്റാറുള്ളൂ. ഭാഗികമായി മാത്രമേ ദൈവത്തിന് പറയാൻ പറ്റാറുള്ളൂ. അതിൻ്റെ പിന്നിൽ
ദൈവത്തിന് തന്നെ വ്യക്തമായ കാരണങ്ങളുണ്ട്. അത് മനുഷ്യന്റെ കുറ്റം കൊണ്ടല്ല. പൂർണ്ണമായ ഒരു കാര്യം ദൈവം മനുഷ്യനെ അറിയിക്കാത്തതിന്റെ പിന്നിൽ ഒരുപാട് പരിമിതികൾ മനുഷ്യനിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട്, എന്നാൽ മനുഷ്യന്റെ പൂർണ്ണമായ കുറവ് കൊണ്ടും കുറ്റം കൊണ്ടും അല്ലാത്തത് കൊണ്ട് ദൈവം പലതും അറിയിക്കുന്നില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് എൻ്റെ വിധി അങ്ങനെ ആയിരിക്കും, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും, ഇപ്പൊ പോകുന്ന ഈ അവസ്ഥ ഇങ്ങനെ പോകൂ, ഇതിന്റെ അവസാനം ഇന്നതായിരിക്കും, ഈ രീതിയിലായിരിക്കും ഇതിന്റെ റിസൾട്ട് എന്നൊന്നും ഞാൻ ബൈബിൾ പഠിച്ചെടുത്തോളം പറയാൻ എനിക്ക് കഴിയത്തില്ല. കാരണം ദൈവം അറിയിച്ചതിനേക്കാളേറെ ഇനിയും കർത്താവിന് അറിയിക്കാനുണ്ട്. ദൈവം പറഞ്ഞതിനേക്കാളേറെ ദൈവത്തിന് ഇനിയും സഭയോട് പറയാനുണ്ട്. ദൈവം കാണിച്ചതിനേക്കാളേറെ ദൈവത്തിന് ഇനിയും കാണിക്കാനുണ്ട്. ദൈവം തൊട്ടതിനേക്കാളേറെ ഇനിയും ദൈവത്തിന് തൊടാനുണ്ട്. ദൈവം ചെയ്തതിനേക്കാളേറെ ഇനിയും ചെയ്യാനുണ്ട്. തിരുവെഴുത്തുകൾക്കകത്ത് ദൈവദൂതന്മാർ പോലും മനുഷ്യരുടെ ഇടയിലേക്ക് ആത്മലോകത്തു നിന്ന് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളുടെ റിസൾട്ട് പോലും ദൈവദൂതന്മാർക്ക് പോലും പൂർണ്ണ അളവിൽ മനസ്സിലാക്കി കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം മനുഷ്യർക്ക് വെളിപ്പെടാത്തതുമുണ്ട്, ദൂതന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്തതുമുണ്ട്. ദൂതന്മാർക്ക് മറഞ്ഞിരിക്കുന്നതും മനുഷ്യർക്ക് മറഞ്ഞിരിക്കുന്നതും ദൈവത്തിന് മറവല്ലാതിരിക്കുന്നതുമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അറിയാൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥവും. അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വല്ലാതെ അങ്ങ് വിധിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ ലൈഫിനെ കുറിച്ച് വല്ലാതെ അങ്ങ് വിധിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഓരോ ഇൻസിഡന്റും ആക്സിഡന്റലായ സംഭവങ്ങളെയും ചൊല്ലി വല്ലാതെ അങ്ങ് എനിക്ക് എന്റെ ജീവിതത്തെ അങ്ങ് എഴുതിത്തള്ളാൻ പറ്റത്തില്ല. നീ എഴുതി തള്ളിയെടുത്തു നിന്ന് ദൈവം പുതിയത് നിനക്ക് വേണ്ടി എഴുതി ചേർക്കുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ഇന്ന് പ്രഭാതത്തിൽ ഈ സായാഹ്ന സമയം ദൈവാത്മാവ് ആലോചന പറയുകയാണ്. നീ എഴുതി തള്ളപ്പെട്ടെടുത്ത് നിന്ന് സ്വർഗം നിനക്ക് വേണ്ടി പുതിയ ചിലത് എഴുതി ചേർക്കും. കാരണം തിരുവെഴുത്തിനകത്ത് നീ വായിച്ചിട്ടുള്ളതിനേക്കാൾ നീ ആത്മാവിലാകുന്ന സമയം ദൈവത്തിന് നിന്നോട് പലതും അറിയിക്കാൻ കഴിയും. തിരുവെഴുത്തിനകത്തുള്ളതും മർമ്മരൂപത്തിൽ ഇരിക്കുന്നതും ഇതുവരെ നമ്മുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തതുമായ ചില കാര്യങ്ങളെ നീ ആത്മാവിലാകുന്ന സമയം ദൈവത്തിന് നിന്നോട് അറിയിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ സഹോദര സഹോദരി, മാതാപിതാക്കളെ, ദൈവം നമ്മോട് പറഞ്ഞു തീർന്നിട്ടില്ല, ദൈവം നമ്മോട് അറിയിച്ചു തീർന്നിട്ടില്ല. ഇരമ്യാവ് പ്രവചനം കേട്ടപ്പോഴും കർത്താവിന് A to Z പറയാനുള്ളത് പറഞ്ഞു തീർന്നു എന്ന് പ്രവാചകൻ ഒരുപക്ഷെ തെളിവില്ല, ഒരുപക്ഷെ കരുതിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ജീവിതത്തിലേക്ക്, ആത്മീയ മേഖലയിലേക്ക് താൻ സഞ്ചരിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഞാൻ കേട്ടതിനേക്കാളേറെ കേൾക്കാൻ ഇനിയുണ്ട്, അറിഞ്ഞതിനേക്കാളേറെ അറിയാൻ ഇനിയുണ്ട്, മനസ്സിലാക്കിയതിനേക്കാളേറെ മനസ്സിലാക്കാൻ ഇനിയുമുണ്ട് എന്നുള്ളൊരു വലിയ ആത്മീയ സത്യം ഇന്ന് രാത്രിയിലും ഞാൻ ആത്മനിറവിൽ ചിലരെ നോക്കി വിളിച്ചു പറയുകയാണ്. നിന്റെ ജീവിതം പലരും എഴുതി തള്ളിക്കാണും, നിന്റെ ജാതകം പലരും എഴുതി തീർന്നു കാണും. പക്ഷെ ഞാൻ ആത്മനിറവിൽ പറയുന്നു സുഹൃത്തെ, ജാതകവിധി തിരുത്തുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ജാതകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ഇന്ന് രാത്രിയിൽ നീ കണ്ടതല്ല, നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് തകർച്ചയല്ല, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ചില മറുപടികൾ വൈകിയെങ്കിൽ, ചില ആലോചനകൾ വൈകിയെങ്കിൽ, ചില വാഗ്ദത്തങ്ങൾ വൈകിയെങ്കിൽ, നീ കണ്ടതിനേക്കാൾ അപ്പുറം കാണാൻ ഇന്ന് രാത്രി നിന്റെ വിശ്വാസ കണ്ണ് തുറക്കട്ടെ. അഴിഞ്ഞു പോകുന്നതും തീയിലിട്ടാൽ എത്ര പേർക്ക് ഈ ദൂത് തിരിഞ്ഞു കിട്ടുന്നുണ്ട്? ആത്മാവ് ശക്തമായി എന്നോട് പറയാൻ പറയുന്നത് കൊണ്ടാ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ ഹല്ലേലൂയ, പൊന്നിനേക്കാൾ നിന്റെ വിശ്വാസത്തിന് ദൈവത്തിന്റെ കേൾക്കാത്ത ശബ്ദങ്ങളെ കൊണ്ടുവരാൻ കഴിയും സുഹൃത്തെ, കഴിയും മിത്രമേ. അഴിഞ്ഞു പോകുന്ന പൊന്നിനേക്കാൾ, തീയിൽ ശോധന കഴിച്ച് ശുദ്ധി വരുത്തിയ പൊന്നിനേക്കാൾ നിന്റെ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? പൊന്നിനും പ്രത്യേകതയുണ്ട്, വിശ്വാസത്തിനും പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ?
പൊന്നിന് ഗ്രാമിന് ഇത്രയെന്ന് പറയാൻ പറ്റും, വിശ്വാസത്തിന് വിലയിടാൻ പറ്റത്തില്ല. പൊന്നിന്റെ വിലയ്ക്ക് നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ RBIക്കോ ഗവൺമെന്റിനോ ഇടപെട്ട് പൊന്നിന്റെ വിലയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരാം. ഇത്രേ പറ്റൂ. കാരണം ഒത്തിരി വിലയായി പോയാൽ ആരും വാങ്ങൂല, തീരെ വില കുറഞ്ഞു പോയാൽ ആരും ഇൻവെസ്റ്റ് ചെയ്യൂല, രാജ്യത്തിന്റെ സമ്പദ്ഘടന തന്നെ ബാധിക്കും. അത് പൊന്നിന്റെ സ്വഭാവം. അപ്പൊ പൊന്നിന് ഒരുപാടൊന്നും കൊണ്ട് കയറ്റാൻ പറ്റൂല. അവസാനം വീണ്ടും വില കുറയേണ്ടി വരും. കാരണം ഡിമാൻഡ് കുറയും, പ്രൈസ് ഹൈക്ക് ചെയ്യുന്ന അനുസരിച്ച് ഡിമാൻഡ് കുറയും. ഈ പൊന്നിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് വില കയറുന്നേ. അപ്പൊ പൊന്നിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വില ഗ്രാമിന് ഇത്രയെന്ന് പറയാം, പവന് ഇത്രയെന്ന് പറയാം. പക്ഷെ വിശ്വാസത്തിന് വില ഇടാൻ പറ്റൂല. ഇനി വിശ്വാസത്തിന്റെ വേറൊരു പ്രത്യേകത, പൊന്നിന് എത്ര വേണോ വില കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാടൊന്നും പറയാൻ അറിയത്തില്ല. പൊന്നിന് ഒത്തിരി ഒന്നും വില അങ്ങനെ അങ്ങ് എന്നാലും കയറും, ഒത്തിരി അങ്ങോട്ട് കയറുമൊന്നുമില്ല. പവൻ 1 ലക്ഷം എന്ന് പറയുമോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, നാളത്തെ കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വിശ്വാസത്തിന് അങ്ങനല്ല. വിശ്വാസത്തിന്റെ കാര്യം അങ്ങനെയല്ല. വിശ്വാസത്തിന് നിനക്ക് എത്ര വേണോ വീര്യം കൂട്ടാം, എത്ര വേണോ വീര്യം കുറയ്ക്കാം, എത്ര വേണോ നിനക്ക് വിശ്വസിക്കാം. ആരും നിന്നെ തടയത്തില്ല. നിന്റെ വിശ്വാസത്തെ തടയുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് അല്ല, ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യമണ്ഡലത്തിന്റെ ഗവൺമെന്റ് ആണ് നിന്റെ വിശ്വാസത്തെ തടയുന്നത്. ഒരിക്കലും പ്രത്യക്ഷ മണ്ഡലത്തിൽ നിന്ന് ആരും താങ്കളുടെ വിശ്വാസത്തെയും വിശ്വാസത്തിന്റെ വീര്യത്തെയും ബാധിക്കത്തില്ല. എന്നാൽ അദൃശ്യമണ്ഡലത്തിൽ നിങ്ങളുടെ വിശ്വാസം കയറിപ്പോകുന്നു. ഇവൻ ഇങ്ങനെ വിശ്വസിച്ചാൽ, ഇവൻ ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ഇവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇവൻ ഇങ്ങനെ ഉപവസിച്ചാൽ എന്നുള്ള നിലയിൽ താങ്കളെ തടയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ആദ്യം നിങ്ങൾക്ക് വൈകി മറുപടികൾ വരുന്നതിനെ തടയാൻ, നിങ്ങളുടെ വിശ്വാസത്തെ തടയുന്നതിനെ നീ തകർക്കണം. ഇന്ന് നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയും, പാസ്റ്റർ എന്റെ വിശ്വാസം കുറഞ്ഞു പോകുന്നതിന് എനിക്ക് വ്യക്തിപരവുമായ കാരണങ്ങളുണ്ട്. സത്യമാണ്, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ദൃശ്യമണ്ഡലത്തിൽ നിന്നൊരു വ്യക്തിയല്ല താങ്കളുടെ വിശ്വാസം തകർക്കുന്നത്. അദൃശ്യമണ്ഡലത്തിൽ നിന്ന് നിങ്ങളെ ഇടപെടുന്ന ഒരു സൈന്യമാണ് നിങ്ങളുടെ വിശ്വാസം തകർക്കുന്നത്. അതേ അദൃശ്യമണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഗവൺമെന്റ് ഉണ്ടെന്നും കൂടെയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അഴിഞ്ഞു പോകുന്നതും തീയിൽ ഇട്ട് കളയുന്നതിനേക്കാൾ, തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് തിരുവെഴുത്തിൽ പറയുമ്പോൾ 10-ാമത്തെ അധ്യായം മുതൽ നിങ്ങളൊന്ന് നോക്കിയേ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അതായത് പ്രവാചകന്മാരുടെ മശിഹ പ്രത്യാശയെക്കുറിച്ച് പ്രവാചകന്മാർ തന്നെ ആരാഞ്ഞറിഞ്ഞിരുന്നു. ഭാഗികമായി മാത്രം, അംശമായി മാത്രം യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചൊക്കെ ദൈവാത്മാവ് പറയുന്നു. പക്ഷെ പൂർണ്ണമല്ല. പ്രവാചകന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പ്രവാചകന്മാർക്ക് പോലും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത മർമ്മങ്ങൾ, രഹസ്യങ്ങൾ, മറഞ്ഞിരുന്നതായ കാര്യങ്ങൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, പ്രവാചകന്മാർക്ക് കിട്ടിയ പ്രവചനങ്ങൾ പോലും പൂർണ്ണമല്ലാതിരിക്കുമ്പോൾ, മാന്യ സുഹൃത്തേ, പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു പ്രവചനമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ അടിക്കടിയായി ഉയർന്നു വരുന്ന ഭയവും നിരാശയും നിങ്ങളെ ഭരിക്കുന്നു എങ്കിൽ, ഞാൻ ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടും ആത്മനിറവോടും വിശ്വാസത്തോടും കൂടെ പറയുന്ന ഒരു വലിയ സത്യം കൂടെ മാന്യ സുഹൃത്ത് പരിഗണിക്കണം. അതെന്തെന്നാൽ, നിങ്ങളുടെ ചിന്തയ്ക്ക് അപ്പുറമായി ചിന്തിക്കുന്നതും നിങ്ങളുടെ ബുദ്ധിക്ക് അപ്രമേയമായ നിലയിൽ പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ ആലോചനയെ കവച്ചുവെക്കുന്ന നിലയിൽ പദ്ധതികൾ ഉരുവാക്കുന്നതുമായ ഒരു സർവശക്തനായ ദൈവത്തെ വിശ്വാസത്താൽ നീ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുന്നു എങ്കിൽ, അവൻ നിന്റെ ജീവിതത്തിൽ പ്രവാചകന്മാർക്ക് മറഞ്ഞിരുന്നത് പോലെ മറഞ്ഞിരിക്കുന്ന പല മർമ്മങ്ങളെയും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടുവരും. ദൈവം മറഞ്ഞിരുന്നെടുത്തുന്ന ഒരു കാര്യം വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ നിന്റെ ലൈഫിൽ മറഞ്ഞിരിക്കുന്നതായ സകല നന്മകൾ ഉൾപ്പെടെ വെളിപ്പെട്ടു വരും. ദൈവം ഒരു മറ പൊട്ടിക്കാൻ തീരുമാനിച്ചാൽ അതൊരു മട പൊട്ടിച്ചതുപോലെ. ദൈവം ഒരു മറ പൊട്ടിക്കാൻ തീരുമാനിച്ചാൽ അതൊരു മട പൊട്ടിയതുപോലെ.
ഹല്ലേലൂയ. അത് പൊട്ടിയില്ലേ? പൊട്ടത്തില്ല. പക്ഷെ ദൈവം ഒരു വഴി തുറന്നാൽ അതൊരു വലിയ തുറവി തന്നെ. ദൈവം ഒരു വഴി തുറന്നാൽ അതൊരു വലിയ തുറവി തന്നെ. കർത്താവ് തുറന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോണം. ദൈവം തിരുവെഴുത്തിൽ തുറന്ന സ്ഥലങ്ങൾ മനുഷ്യരിലൂടെയും തുറന്നു, ദൂതന്മാരിലൂടെയും തുറന്നു, ദൈവവും തുറന്നു. ദൈവം തുറന്ന യോർദാൻ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നോ? പകുതി ദൂരം നനഞ്ഞ കര, അതിനുശേഷം പിന്നൊരു വെള്ളത്തിന്റെ മേൽ ചവിട്ടി കയറുക, അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുത്തിറക്കം, അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചു നേരം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു, വീണ്ടും ഒരിടത്ത് വെള്ളം ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്നു, അവിടെ വലിഞ്ഞു പിടിച്ച് കയറി അപ്പുറത്ത്. അങ്ങനെ ആയിരുന്നു. ദൈവം ഒരു റൂട്ട് തുറന്നപ്പോൾ സുതാര്യമായിരുന്നു. മനുഷ്യനിൽ ആശ്രയിച്ച് റൂട്ട് തുറക്കാൻ പോകുമ്പോഴാ പലപ്പോഴും അല്പദൂരം സ്മൂത്ത് ആയിരിക്കും, പിന്നെ അവിടെ ഒരു വേലിയേറ്റമായിരിക്കും, അവിടെ ഒരു വേലി കെട്ടലായിരിക്കും, അവിടെ പിന്നൊരു മതിലും മറയും, പിന്നെ ഒരു പർവ്വതമൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ഒരു റൂട്ട് തുറന്നാൽ, ദൈവം താങ്കൾക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് സുതാര്യമായിരിക്കും. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് ഇറക്കി. 4 വാതിലുണ്ടായിരുന്നു. പട്ടണത്തിന്റെ പുറത്തുള്ള പട്ടണത്തിലേക്കുള്ള വലിയ കവാടവും ഉണ്ടായിരുന്നു. കർത്താവ് ആ റൂട്ട് തുറന്ന്, കർത്താവ് ആ ഡോറ് തുറന്നത്. 3 ഗ്രില്ല്, 3 ജയിലറകൾ, 3 കവാടം കഴിഞ്ഞിട്ട് അയ്യോ ഇതിന്റെ താക്കോലെടുക്കാൻ മറന്നുപോയി എന്ന് വാതിൽ തുറന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. ദൂതന്റെ പുറകെ പുള്ളി പോയാൽ മാത്രം മതിയായിരുന്നു. അറിയാതെ റൂട്ടുകൾ, ഡോറുകൾ ഓപ്പണായി പോയി. ഞാൻ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ റോഡ് ക്രോസ് ചെയ്ത് കൊണ്ടാക്കിയിട്ട് ദൂതൻ മറയുന്നത്. മാന്യ സുഹൃത്തേ, ദൈവത്തിൽ നിന്ന് താങ്കൾ ഒരു ശബ്ദം കേട്ട് ഇന്ന് പല വഴികൾ അടഞ്ഞ വ്യക്തികളായിട്ടും, ഇന്ന് പല വേദനകൾ ചുമക്കുന്ന വ്യക്തികളായിട്ടും, ഇന്ന് പല ആക്ഷേപങ്ങൾ കേൾക്കുന്ന വ്യക്തിയായിട്ടും, ഇന്ന് പല നീറ്റലുകളിൽ നിൽക്കുന്ന വ്യക്തികളായിട്ടൊക്കെ താങ്കൾ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, തിരുവെഴുത്ത് കേട്ടിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ഒന്നുകിൽ ഒരു യുദ്ധം, അല്ലെങ്കിൽ ഒരു കാരാഗ്രഹം, അല്ലെങ്കിൽ ഒരു ആമം, അല്ലെങ്കിൽ ഒരു ന്യായവിധി, ഇതിനകത്തൂടെ എല്ലാം കടന്നുപോയിട്ടുണ്ട്. ഈ പ്രവാചകന്മാർക്കൊന്നും തന്നെ പൂർണ്ണമായ അളവിൽ ഒന്നും തന്നെ വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. ഡോറ് തുറന്നപ്പോഴാണ് ഡോറ് തുറന്നു എന്ന് പോലും അവരറിയുന്നേ. അതിന്റെ തൊട്ടു മുന്നേ അവരുടെ പ്രവൃത്തി എന്താന്ന് ചോദിച്ചാൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒന്നുകിൽ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദാനിയേലിനെ നോക്കിയാലും ഗുഹയ്ക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സിംഹം പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ആമേൻ. മോനെ, നിന്റെ അറയ്ക്കകത്ത് നീ കാരാഗ്രഹത്തിൽ എന്നതുപോലെ ആയിരിക്കും ഇന്ന് രാത്രി കിടക്കുന്നേ. മർമ്മം നിന്റെ അറയ്ക്കകത്ത് കാരാഗ്രഹത്തിൽ എന്ന പോലെ കിടക്കുന്നേ. 4 ദിവസമായി തീറ്റ കൊടുത്തിട്ട് കിടക്കുന്ന സിംഹം നിന്നെ നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കുവോ? എന്തേലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ സാപ്പിടാന്ന് പറഞ്ഞിരിക്കുന്ന സിംഹം വെറുതെ ഇരിക്കുവോ? പക്ഷെ ആരാധിച്ചുകൊണ്ടാ വീടിനകത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആരാധിച്ചുകൊണ്ടാണ് താങ്കൾ വീട്ടിനകത്ത് ഇരിക്കുന്നതെങ്കിൽ താങ്കളുടെ പല്ലിന്റെ അത്രയും ചെറുതല്ല സിംഹത്തിന്റെ പല്ല്, താങ്കളുടെ നാവിന്റെ അത്രയും ചെറുതല്ല സിംഹത്തിന്റെ നാവ്, താങ്കളുടെ വായുടെ അത്രയും ചെറുതല്ല സിംഹത്തിന്റെ വായ, താങ്കളുടെ രോമത്തിന്റെ അത്രയും സൈസ് അല്ല സിംഹത്തിന്റെ രോമം, താങ്കളുടെ രൂപവും ഭാവവും ആകൃതി ഒന്നും അല്ല സിംഹത്തിന്റെ. പക്ഷേ ആരാധിക്കുന്നവന്റെ മുമ്പിൽ കാഴ്ചക്കാരനെ പോലെ വലിയ ദംഷ്ട്രകളുള്ള, വലിയ നഖങ്ങളുള്ള, വലിയ സ്വഭാവമുള്ള, വല്ലാത്ത ആക്രമണകാരിയായ സിംഹം ഒരു കാഴ്ചക്കാരനെ പോലെ ആരാധിക്കുന്നവന്റെ മുമ്പിൽ ഇരിക്കുമെടോ. തിരുവെഴുത്ത് അങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ, തിരുവെഴുത്ത് അതെനിക്ക് കാഴ്ച കാണിച്ചു തരുന്നുണ്ടെങ്കിൽ എന്റെ മറുപടി വൈകിയായിരിക്കും വന്നത്. എന്നെ ഗുഹയ്ക്കകത്ത് ഇടുന്നതിന് മുന്നേ എനിക്ക് മറുപടി വന്നില്ല. ഗുഹയ്ക്കകത്ത് ഞാൻ വീണപ്പോഴും മറുപടി വന്നില്ല. പക്ഷെ ഗുഹയ്ക്കകത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോഴാ എന്റെ മറുപടി വന്നതെന്നുണ്ടെങ്കിൽ മറുപടി വരുന്നതുവരെ സിംഹം കാഴ്ചക്കാരനെ പോലെ ഇരിക്കും. സിംഹം കാഴ്ചക്കാരനെ പോലെ ഇരിക്കും. ഇന്ന് നിന്റെ വീടിനകത്ത് നീ ആരാധിക്കുന്നതൊന്ന് കാണണമെന്നും, നീ സ്തുതിക്കുന്നതൊന്ന് കാണണമെന്നും, നീ ഉയർച്ച പ്രാപിക്കുന്നതൊന്ന് കാണണമെന്നും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് ചില സിംഹതുല്യമായത് നിന്റെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ അല്പം മാറിയോ അല്ലെങ്കിൽ വീടിനകത്തോ നിങ്ങൾ കിടക്കുന്ന ഗുഹയ്ക്കകത്തോ ഇരിപ്പുണ്ടായിരിക്കാം. പക്ഷേ ആരാധനയും പ്രാർത്ഥനയും ദൈവത്തിലുള്ള വിശ്വാസവും കൈമുതലായി പിടിച്ചിരിക്കുന്ന താങ്കളുടെ മുമ്പിൽ അവന്റെ പല്ലവിടെ ഇരിക്കുമ്പോ തന്നെ, അവന്റെ നഖം അവിടെ ഇരിക്കുമ്പോ തന്നെ, അവന്റെ ഉദ്ദേശം അവന്റെ ഉള്ളത്തിൽ ഇരിക്കുമ്പോ തന്നെ കാഴ്ചക്കാരനെ പോലെ ഇരുത്തുന്ന ഒരു ദൈവം.
പരാതി പറഞ്ഞോ? എന്താ മറുപടി വൈകിയേ? എന്താ വിടുതൽ വൈകിയേ? ദാനിയേൽ പരാതി പറഞ്ഞോ? ഇല്ല. നീ ഗുഹയ്ക്കകത്ത് വീണാലും ചിലപ്പോ മറുപടി വരത്തില്ല, പക്ഷെ ഗുഹയ്ക്കകത്ത് നീ തുടരുമ്പോ മറുപടി വരും. നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല കുഞ്ഞെ. നീ കിടക്കുന്ന ഇരുട്ട് നിന്നെ മൂടാൻ അനുവദിക്കത്തില്ല കുഞ്ഞെ. ഹല്ലേലൂയ. മറുപടി വെളിപ്പെടണമെങ്കിൽ ഗുഹയ്ക്കകത്ത് വീഴുന്നതിന് മുന്നേ വെളിപ്പെടണ്ടേ? പക്ഷെ തിരുവെഴുത്ത് മറ്റൊരു റൂട്ട് കാണിച്ചു തരിക. എന്താണെന്നറിയാവോ? ഗുഹയ്ക്കകത്ത് ചില സമയം കിടക്കുമ്പോഴും എന്റെ ദൈവത്തിന് മറുപടി വെളിപ്പെടുത്താൻ കഴിയും. അയ്യോ, ഗുഹയ്ക്കകത്ത് വീണുപോയി, കുറച്ചുകൂടെ നേരത്തായിരുന്നെങ്കിൽ എനിക്ക് റെസ്ക്യൂ ചെയ്യായിരുന്നു. ഗുഹയ്ക്കകത്ത് തുടരുമ്പോഴും, ഉത്തരം കിട്ടാത്ത ഗുഹയ്ക്കകത്ത് നീ തുടരുമ്പോഴും, വെളിച്ചം ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ലാത്ത ഗുഹയ്ക്കകത്ത് നീ തുടരുമ്പോഴും, ഭയപ്പെടുത്തുന്ന ഗുഹയ്ക്കകത്ത് നീ ഇപ്പോൾ തുടരുമ്പോഴും നിന്റെ സമയം വൈകിയിട്ടില്ല. നിനക്കുള്ള മറുപടി വരത്തില്ലെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുമില്ല. അതിനകത്തും പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുള്ളവരോട് കർത്താവ് പറയുന്നു, ചിലർ നിന്നെ തകർക്കാൻ, കടിച്ചു കീറാൻ, ഇല്ലാതാക്കാൻ, നിന്നെ വലിച്ചു കീറി നശിപ്പിക്കാൻ, നിന്നെ തേജോവധം ചെയ്യാൻ, നിന്നെ നിർമൂലമാക്കാൻ കച്ചകെട്ടി ഇരിക്കുന്നവൻ കുത്തിയിരുന്ന് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും അതിന്റെ നടുവിൽ നിന്ന് ഒരു പോറൽ പോലും പറ്റാതെ നിന്നെ ഗുഹയ്ക്ക് പുറത്തു കൊണ്ടുവന്ന് പ്രകാശം കാണിക്കുന്ന, നിന്നെ രാജ്യത്തിന്റെ പുറത്ത് കൊണ്ടുപോയി പ്രകാശം കാണിക്കുന്ന, നിന്നെ കെട്ടഴിച്ച് പട്ടണത്തിലേക്ക് കൊണ്ടുപോയി പ്രകാശം കാണിക്കുന്ന, നിന്നെ അന്ധതയ്ക്കകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രകാശം കാണിക്കുന്ന, നിന്റെ മുടന്തിന്റെ അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ നടക്കുമാറാക്കുന്ന, നിന്റെ കൂനിനെ സൗഖ്യമാക്കി നിന്നെ നിവർത്തി നിർത്തുമാറാക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ മറുപടി അല്പം വൈകിയാലും നിന്റെ മുമ്പിൽ വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. എന്താ ഇതിന്റെ പൂർണ്ണത? ഇത് നിങ്ങളിൽ പലരും ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ ഇതിന്റെ അവസാനം? എന്താ ഇതിന്റെ അവസാനം? ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. രക്ഷ, മശിഹ പ്രത്യാശയുള്ള പ്രവാചകന്മാർക്ക് പോലും പിടികിട്ടാത്ത ചില ആലോചനകൾ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുക. ഒരു വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രിസ്തുവിന് വരുന്ന കഷ്ടങ്ങളെ കുറിച്ച് പ്രവാചകന്മാർ ഭാഗികമായും അല്ല, ഏറെക്കുറയും ഒക്കെ അറിഞ്ഞിരുന്നു. പക്ഷേ പിൻവരുന്ന മഹിമയെക്കുറിച്ച് അവർക്ക് അത്ര പിടികിട്ടിയില്ല. സഹോദര, നാം ഓരോരുത്തരും ഏറെക്കുറെയൊക്കെ ഇങ്ങനെ തന്നെയാണ്. കഷ്ടതകളെ കുറിച്ച് പറയാനും അറിയാനും ഓർക്കാനും നമ്മൾ ഡോക്ടറേറ്റ് എടുത്തവരാണ്. തെറ്റൊന്നുമല്ല. നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ അറിയുള്ളൂ, നമ്മുടെ അനുഭവങ്ങളല്ലേ അറിയുള്ളൂ. തെറ്റൊന്നുമല്ല. പക്ഷെ ക്രിസ്തുവിന് വരുന്ന കഷ്ടതയെക്കുറിച്ച് ഏറിയ പ്രവചനങ്ങൾ പ്രവാചകന്മാർ ഗ്രഹിച്ചപ്പോ പിൻവരുന്ന മഹിമയെക്കുറിച്ച് വളരെ അല്പം മാത്രമാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ അറിഞ്ഞതിന്റെ സമയം എങ്ങനെയോ ഏതോ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അവരുടെ കൺഫ്യൂഷൻ. ഇന്ന് രാത്രിയിലും പ്രവചനങ്ങൾ കേൾക്കുന്നു, ദൂത് കേൾക്കുന്നു, ദർശനം കാണുന്നു, സ്വപ്നം കാണുന്നു, കാഴ്ച കാണുന്നു. പക്ഷെ എങ്ങനെയോ, ഏത് വിധത്തിലോ, എപ്പോഴോ, ഏത് രീതിയിലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ മാന്യ സുഹൃത്തുക്കൾക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ താങ്കളോട് പറയട്ടെ. ഒരു കഷ്ടത്തിനകത്തുകൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ഒരു ശോധനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ക്രിസ്തുവിന് കഷ്ടം വന്നിട്ട് തീരുന്ന ഒന്നല്ല സുവിശേഷം. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കൂടി വെളിപ്പെടുത്തുന്ന മഹിമയുടേതാണ് സുവിശേഷം. ഒരു കഷ്ടതയുടെയും ഒരു തീച്ചൂളയുടെയും ഒരു ക്രൂശിന്റെയും ഒരു കല്ലറയുടെയും അനുഭവത്തിലൂടെ യേശു കടന്നു പോകേണ്ടി വന്നതിന്റെ അനന്തരഫലമാണ് ഇന്ന് രാത്രിയിലും നാം ഓരോരുത്തരും ആത്മനിറവിൽ ആരാധിക്കാൻ വേണ്ടി നമുക്ക് ഗിഫ്റ്റഡായി കിട്ടിയ പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞത്
ഒറ്റ ഒരു മഹിമയെക്കുറിച്ച്, ഒരേ ഒരു മഹിമയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പരിശുദ്ധാത്മാവ്. ശേഷമുള്ള തിരുവെഴുത്തിൽ പറയുന്ന മഹിമകളും വെളിപ്പാടുകളിൽ കിടക്കുന്ന മഹിമകളും കുറിച്ച് പറയാൻ എനിക്ക് സമയം പോരാ. എന്തായാലും ഞാൻ ഒരു കാര്യം പറയുന്നു, താങ്കളെ കഷ്ടനഷ്ടങ്ങൾക്കകത്ത് കണ്ടിന്യൂ ചെയ്യിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കാനല്ല എന്റെ ദൈവം വിളിച്ചിറക്കിയത്. ഹല്ലേലൂയ. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. നമുക്കെപ്പോഴും പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ അതെപ്പോ നടക്കും എന്നൊരു ചിന്തയുണ്ട്. ഒരാലോചന കേൾക്കുമ്പോൾ അത് നടക്കുമോ എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കിയതിന് ശേഷം നമ്മൾ ഓരോരുത്തരുമാണ് ആ ഡ്യൂട്ടി ഇപ്പൊ ഏറ്റെടുത്തേക്ക്. നമ്മൾ ആരാഞ്ഞു നോക്കും, സത്യമല്ലേ? തെറ്റല്ല. ആരായണം, അന്വേഷിക്കണം, പ്രാർത്ഥിച്ചു നോക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ അവിടെയും മറഞ്ഞു കിടക്കുന്നതായി പലതും അവർ കണ്ടു. എങ്കിലും ഒരു കാര്യം അവരുടെ അന്വേഷണത്തിൽ ദൈവം പറഞ്ഞു, പ്രവാചകന്മാരെ, ഞാനിത് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നതല്ല, ഇത് വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ക്രിസ്തു അനുഭവിച്ചതുപോലെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി, ക്രൂശിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി, പീഡാസഹനങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, ആലംബഹീനർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, അധ്വാനിക്കുന്നവർക്ക് വേണ്ടി, ഭാരം ചുമക്കുന്നവർക്ക് വേണ്ടി, ഈ ലോകത്തിൽ ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇത് നീ എഴുതി വെക്കുക, ഇത് നീ എഴുതി വെക്കുക. വായിക്കുന്നവൻ തിരിച്ചറിയട്ടെ, ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായും സ്വായത്തമായും അവകാശമായും കിട്ടിയ ആ സത്യത്തെക്കുറിച്ച് ഞാൻ തിരിച്ചറിയട്ടെ. എന്താണ് ആ സത്യം? ക്രൂശിൽ കൂടെ കടന്നു പോകുന്നവന്റെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ക്രൂശിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഒരു ജീവനുണ്ട്. ക്രൂശിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഒരു നിത്യതയുണ്ട്. ക്രൂശീകരണത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഒരു ഉയർപ്പുണ്ട്. അവർക്കൊരു നിത്യതയുണ്ട്. ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോൾ മറുപടികൾ മറഞ്ഞു കിടന്നതും വൈകി വന്നതുമായ ചില സംഭവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഈ മറുപടി പൂർണ്ണമായിട്ടല്ല പ്രവാചകന്മാർക്ക് കിട്ടിയത്. ഒറ്റ വാക്കേ പറയുന്നുള്ളൂ ദൈവത്തിന്റെ ആത്മാവ്, ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുമാണ് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ ഈ ലേഖനം എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് തിരയുന്നില്ലേ, ആരാഞ്ഞു നോക്കുന്നില്ലേ പല കാര്യത്തിന്റെയും മറുപടിയും അവസാനവും എന്തായി തീരുമെന്നും ഏതായി തീരുമെന്നും? പക്ഷേ ഇന്ന് രാത്രി തിരിച്ചറിയുക, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിന്റെ മറുപടി മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രാത്രിയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം മറഞ്ഞിരുന്നതായിരുന്നു. പ്രവാചകന്മാരിലൂടെ അത് ഏറെക്കുറെ വെളിച്ചത്തിൽ കൊണ്ടുവന്നു. ക്രിസ്തുവിലൂടെ അത് പൂർണ്ണമായി വെളിയിൽ കൊണ്ടുവന്നു. ഗോട്ട് ഇറ്റ്? പ്രവാചകന്മാരിലൂടെ ഏറെക്കുറെയൊക്കെ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ക്രിസ്തുവിലൂടെ ആ മർമ്മമായിരുന്നതെല്ലാം പൂർണ്ണമായിട്ട് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും നിൽക്കുന്നത് പ്രവാചകന്മാരുടെ ആത്മാവിലല്ല, ക്രിസ്തുവിന്റെ ആത്മാവിലാണെന്നിരിക്കെ ഞാനും നിങ്ങളും നമ്മുടെ ജഡത്തിന്റെ ചിന്തയിലോ ബുദ്ധിയുടെ ചിന്തയിലോ നമ്മുടെ മനുഷ്യബുദ്ധിയിലോ പറഞ്ഞതല്ല നമ്മുടെ ജീവിതം. അതിനപ്പുറമായ ഒരു ജീവിതം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ്. തിരുവെഴുത്തിനകത്ത് മറുപടികൾ വൈകി വന്ന വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് അബ്രഹാം. നോക്കൂ, നമ്മുടെ അനുഗ്രഹങ്ങൾ താമസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ മറുപടികൾ, നമ്മുടെ
വിടുതലുകൾ, ഇതൊക്കെ താമസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഒത്തിരിയും കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന. രണ്ട്, അതിന്റെ അപകട സാധ്യത. ഈ മർമ്മമായിട്ട് തന്നെ കിടക്കുന്നതിന്റെ പിന്നിൽ അപകട സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ മനുഷ്യന്റെ മർമ്മം പൊളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും മനുഷ്യബുദ്ധിയിലാണ് ആ മർമ്മത്തെ തിരിച്ചറിയുന്നത്. ദൈവം അവനോട് ഡയറക്ട്ലി കാര്യങ്ങൾ ഹൈഡ് ചെയ്യാതെ ഡയറക്ട്ലി വെട്ടിത്തുറന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആദ്യം മനുഷ്യബുദ്ധിയിലേ ചിന്തിക്കുകയുള്ളൂ, അവന്റെ ബുദ്ധി കൊണ്ടേ മനുഷ്യൻ ചിന്തിക്കുകയുള്ളൂ. രണ്ടാമതും മൂന്നാമതും നാലാമതും ആയിരിക്കും അവൻ ആത്മാവിന്റെ അനുഭവങ്ങളിലേക്ക് കയറുന്നത്. അവൻ സഡൻലി തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനത്തിലൂടെ അവൻ തകർച്ചയിലോട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട്. കാരണം ദാവീദിന്റെ മുമ്പിൽ യുദ്ധത്തിന് വേണ്ടി യുദ്ധസന്നദ്ധരായി ആയുധധാരികളായി സൈന്യം നിൽക്കുമ്പോൾ ദാവീദ് ബുദ്ധിയിലാണ് തീരുമാനം എടുത്തതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ മനുഷ്യന് വിജയം കാണാനും കഴിയത്തില്ല, പിന്നെ ഒരു സങ്കീർത്തനം എഴുതാനും പറ്റത്തില്ല, ആള് കാണത്തില്ല. പക്ഷെ അവിടെയും ദാവീദ് അവസരോചിതമായി എടുക്കുന്ന ഒരു തീരുമാനമാണ്, എന്റെ ദൈവത്താൽ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ദൈവത്താൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, അവനാൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. പ്രവാചകന്മാർ ഇത് കാണുന്ന സമയം ക്രിസ്തുവിന്റെ ആത്മാവ് അവരുടെ മേലുണ്ടെങ്കിലും അവർക്ക് പൂർണ്ണമായി ഇതിന്റെ ഒരു അനുഭവത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ദാവീദ് ഇത് പറയുമ്പോഴും തനിക്ക് ക്രിസ്തു ദൈവത്തിൽ, എന്റെ ദൈവത്താൽ എന്ന് പറഞ്ഞ് ആശ്രയിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കഴിയുന്നത് ഒരു തെറ്റാണെന്നല്ല, ആശ്രയിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. വിശ്വാസത്തിൽ പിന്നെ താൻ മൂവ് ചെയ്യാണ്. എന്നാൽ ഈ പുതുനിയമകാലത്ത് എനിക്കും താങ്കൾക്കും എന്റെ ദൈവത്താൽ എന്ന് പറയാൻ എനിക്ക് ക്രൂശിൽ കാണിച്ചു തന്ന, എനിക്ക് ക്രൂശിൽ വരച്ച് കാണിച്ചു തന്നിരിക്കുന്ന ഒരു ക്രിസ്തുയേശുവും ക്രിസ്തുയേശുവിന്റെ ആത്മാവും അവൻ നമുക്ക് വാഗ്ദത്തമായി തന്ന പരിശുദ്ധാത്മാവും ഉള്ളതുകൊണ്ട് ഏത് പടക്കൂട്ടത്തിന് നേരെയും അഭിഷേകത്തോടെ പാഞ്ഞു ചെല്ലാം, ഏത് വമ്പൻ മതിലും അഭിഷേകത്തോടെ ചാടിക്കടക്കാം, ഏത് പടക്കൂട്ടത്തിന് നേരെയും പാഞ്ഞു ചെല്ലാം, ഏത് വമ്പൻ മതിലുകളും ചാടിക്കടക്കാം. ഇന്ന് രാത്രിയിൽ ഒറ്റ കാര്യം മാത്രമേ വേണ്ടൂ, ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിനക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും അഡിക്ഷൻസിന്റെ അകത്ത് നീ കിടക്കുകയാണെങ്കിൽ യേശുവിന്റെ ആത്മാവിലൂടെ നിനക്ക് ചാടിക്കടക്കാം. നിനക്ക് മറികടക്കാൻ കഴിയാത്ത വലിയ ഭാരവും വലിയ പർവ്വത സമാനവുമായ പ്രശ്നങ്ങൾ നിന്റെ മുമ്പിലുണ്ടെങ്കിൽ ഇന്ന് പുതുനിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ആ പർവ്വതത്തെ ചാടിക്കടക്കാം. പർവ്വതത്തെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ നമുക്ക് ചാടിക്കടക്കാം. ഇന്ന് നിങ്ങൾക്ക് ക്രോസ് ഓവർ ചെയ്യാൻ കഴിയാത്ത ചില റിവറുകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവിലൂടെ നിങ്ങൾക്ക് ചാടിക്കടക്കാം. നിനക്ക് ഭയം മറികടക്കാൻ കഴിയുന്നില്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവിലൂടെ നിനക്ക് മറികടക്കാം. നിനക്ക് അഡിക്ഷൻസ്, നിങ്ങൾക്ക് പാപ സ്വഭാവങ്ങൾ, നിങ്ങൾക്ക് അവിശ്വാസം, നിങ്ങൾക്ക് ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, വെറിക്കൂത്ത്, ജാരശങ്ക നിങ്ങൾക്ക് ക്രോസ് ഓവർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, മറികടക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മുറിച്ചു മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ, അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, തടസ്സത്തെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പോരാട്ടത്തെ മറികടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ ആത്മാവിനാൽ അതിനെ മറികടക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളെ സഹായിക്കും. ഇന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നെ അതിന് സഹായിക്കും. നോക്കൂ, ഒരു മകന്റെ ജനനത്തിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഒരു മറുപടി വൈകി വരുന്നത് നാം തിരുവെഴുത്തിൽ കാണുന്നത്. ഒരു മകന്റെ ജനനം. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിക്ക് വാഗ്ദത്തം കേട്ട് ഏകദേശം 60ഓളം വർഷം, 60-ന് പുറത്ത് വർഷം തനിക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. ആ ഒരു വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി 60-ന് പുറത്ത് വർഷം തനിക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു എന്നാണ് നമുക്ക് ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു വാഗ്ദത്തം കേട്ടാൽ ഉടനെ ജീവിതത്തിൽ നടക്കാത്തത് ദൈവത്തിന്റെ അവിശ്വസ്തതയാണോ? അല്ല. 15-ാമത്തെ അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ ഒരു മകന്റെ ജനനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അവിടെ മറുപടി താമസിച്ചു വന്നെങ്കിലും, വൈകി വന്നെങ്കിലും മറുപടി തന്റെ കയ്യിലേക്ക് വന്നു. താൻ വിശ്വാസത്തിൽ വളരെ ഉറപ്പുള്ളൊരു വ്യക്തിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ മകനെ യാഗം കഴിക്കണമെന്ന് പറയുന്നു. 22-ന്റെ 8 മുതൽ 22-ന്റെ
8 മുതൽ നാം വായിക്കുന്ന സമയത്ത്, ഉൽപ്പത്തി പുസ്തകം 22:8 മുതൽ നാം വായിക്കുന്ന സമയത്ത് അബ്രഹാമിനെ യാഗത്തിന് വേണ്ടി പോകുന്ന സമയം മകനെ കൈക്ക് പിടിക്കുമ്പം ദൈവത്തിന്റെ മറുപടി വരുന്നില്ല, വിറകെടുക്കുമ്പം വരുന്നില്ല, യാത്ര പുറപ്പെടുമ്പോ വരുന്നില്ല, ആ മലയിലേക്ക്, മോറിയ മലയിലേക്ക് കയറുമ്പോ മറുപടി വരുന്നില്ല, വിറക് അടുക്കുമ്പോ മറുപടി വരുന്നില്ല, വിറകിന്റെ പുറത്ത് കിടത്തുമ്പോ മറുപടി വരുന്നില്ല, ഒരു റോപ്പ് കൊണ്ട് അതിൽ കെട്ടിയോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ, മറുപടി വരുന്നില്ല, താൻ കുനിയുമ്പോ മറുപടി വരുന്നില്ല, മഴു കയ്യിൽ എടുക്കുമ്പോ മറുപടി വരുന്നില്ല, ഓങ്ങുമ്പോ മറുപടി വരുന്നില്ല, ഓങ്ങി പകുതി എത്തുന്നത് വരെയും മറുപടി വരുന്നില്ല. സത്യമല്ലേ? മഴു കയ്യിൽ എടുത്തപ്പോഴെങ്കിലും ദൈവശബ്ദം കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഓങ്ങിയതും വെട്ടാൻ അടുത്തതും ഒരു ശബ്ദം താൻ കേൾക്കുകയാണ്. ദൈവത്തിന്റെ മറുപടി പിൻ പോയിന്റിൽ നമ്മുടെ അടുത്ത് എത്താൻ സാധ്യതയുണ്ടെന്നല്ല, സാധ്യതയാണ്. ഒരു പിൻ പോയിന്റിലായിരിക്കും ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടുന്നത്. അങ്ങനെയൊക്കെ ദൈവശബ്ദം കേട്ട് വിടുതൽ അനുഭവിച്ച ഒത്തിരിയും പേരുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു മില്ലി സെക്കൻഡ് എങ്കിലും ഒന്ന് വൈകിയെങ്കിൽ മുഷ്ടിബലമുള്ള അബ്രഹാം മകനെ 2 കണ്ടാക്കിയേനെ. ദൈവത്തിന് വേണ്ടി ആയതുകൊണ്ട് അബ്രഹാം സന്തോഷത്തോടെ ചെയ്യും. പക്ഷെ ഓങ്ങുമ്പോഴെങ്കിലും ദൈവത്തിന്റെ മറുപടി വന്നെങ്കിൽ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഓങ്ങിയതിന് ശേഷം, വീശിയതിന് ശേഷം, വെട്ട് കത്തിക്കും ഇടയിൽ കിടക്കുന്ന മകന്റെ മുഖം നോക്കി വെളിപ്പെട്ട ഒരു ദൈവശബ്ദം. ഹല്ലേലൂയ! അബ്രഹാമിന്റെ വിശ്വാസത്തിന് മേൽ വെളിപ്പെട്ട ദൈവശബ്ദം. വൈകിയല്ലേ മറുപടി വന്നത് ആണ്. വൈകിയായിരുന്നു മറുപടി വന്നത്. പക്ഷേ നേരത്തെ ഒരു മറുപടി വന്നെങ്കിൽ മലകയറ്റം ഒഴിവാക്കാമായിരുന്നു. ഈ കൊച്ചനെയും കൊണ്ട് വിറക് ചുമപ്പിക്കുന്നത് ഒഴിവാക്കാമായിരുന്നു. അധികാലത്തെ ഉള്ള ഉറക്കമെഴുന്നേൽക്കൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ നീ അധികാലത്തെ ഉറക്കമെഴുന്നേറ്റതും, നീ നിന്റെ മകനെ കൂടെ ശുശ്രൂഷയ്ക്ക് കൂടെ കൂട്ടിയതും, നീ മകനെ കൊണ്ട് ചില ഉത്തരവാദിത്വങ്ങൾ എടുപ്പിച്ചതും, നീ നിന്റെ വീട്ടുവേലക്കാരുടെയും കൂടെ ഉറക്കത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിച്ചതും, നീ നിന്റെ മൃഗങ്ങളെ ഉൾപ്പെടെ അതിനുവേണ്ടി തയ്യാറാക്കിയതും, നീ കോപ്പ് വെച്ച് കെട്ടി നീ വിശ്വസ്തയോടുകൂടെ കൊച്ചു വെളുപ്പാൻ കാലത്ത് നീ ദൈവം ചൂണ്ടിക്കാണിച്ച ഇടത്തേക്ക് പോയതും, നീ കാലുകഴയ്ക്കാതെ, മനസ്സ് ക്ഷീണിക്കാതെ, വിശ്വാസത്തിന്റെ വീര്യം കുറയാതെ നീ മലയിൽ കയറിയതും, നീ അച്ചടക്കത്തോടും ഒതുക്കത്തോടും കൂടെ നീ വിറക് അടുക്കിയതും, നീ നിന്റെ മകനെ അല്പം പോലും വിഷമിപ്പിക്കാതെ അവനെ നീ പൂ പോലെ എടുത്ത് നീ അതിന്റെ പുറത്ത് കിടത്തിയതും, ദൈവത്തിനു വേണ്ടി സന്തോഷത്തോടെ നീ മഴു കയ്യിലെടുത്തതും, ദൈവത്തിനു വേണ്ടി നീ യാഗമർപ്പിക്കാൻ വേണ്ടി സ്വർഗത്തിനും ഭൂമിക്കും സാക്ഷി നിർത്തി നീ പൂർണ്ണ മനസ്സോടെ വെട്ടുകത്തി ഓങ്ങിയതും, മഴു ഓങ്ങിയതും, അബ്രഹാമേ, നിനക്കൊരിക്കലും ഒരു കുറവല്ല, നിനക്കൊരിക്കലും ഒരു കുറ്റവുമല്ല, നിനക്കൊരിക്കലും ഒരു ക്ഷീണവുമല്ല. അതുകൊണ്ട് ലോകം മുഴുവൻ ക്രിസ്തീയ ജീവിതത്തിന് അച്ചടക്കം വേണമെന്നും ദൈവശബ്ദത്തിന് അനുസരണം കാണിക്കണമെന്നും പഠിച്ചു. ഒരു ദൈവശബ്ദം അബ്രഹാമിനെ നേരത്തെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഒരു ദൈവശബ്ദം നിന്റെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് തന്നെ ചേഞ്ച് ചെയ്യുന്ന ശബ്ദ. 10-11 മണിവരെ കിടന്നുറങ്ങുന്നതല്ല ദൈവശബ്ദം കേൾക്കുന്നവന്റെ രീതി. ഒരു ദൈവശബ്ദം അബ്രഹാമിനെ അധികാലത്തെ എഴുന്നേൽപ്പിച്ചു. ഒരു ദൈവശബ്ദം കൊച്ചുങ്ങളെ കൂടെ ആ രീതിയിൽ എഴുന്നേൽക്കാൻ പഠിപ്പിച്ചു. ഒരു ദൈവശബ്ദം വീട്ടുവേലക്കാരന്മാരെ കൂടെ എഴുന്നേറ്റോ എന്ന് പറയാൻ പഠിപ്പിച്ചു. ഒരു ദൈവശബ്ദം വീട്ടിൽ കിടക്കുന്ന കഴുതയെ പോലും രാവിലെ എഴുന്നേൽപ്പിച്ചു, അല്ലെങ്കിൽ അതവിടെ കിടന്നുറങ്ങും. ഒരു ദൈവശബ്ദം വിറക് എങ്ങനെ കെട്ടി അടുക്കണമെന്ന് പഠിപ്പിച്ചു. മലവരെ കൊണ്ടുകയറണം, തൊഴിഞ്ഞു പോവല്ല്. വിശ്വാസം തൊഴിഞ്ഞു പോകുന്നതിന്റെ കാര്യം എന്നാന്നറിയാവോ? കെട്ട് കറക്റ്റ് അല്ലാത്തോണ്ട. വിശ്വാസം കെട്ടി നൂർന്നു പോകുന്ന എന്നാന്നറിയാവോ? കെട്ട് കറക്റ്റ് അല്ലാത്തോണ്ട. കൊച്ചനാ കെട്ട് ചുമക്കുന്നേ. അപ്പൻ ചുമക്കുന്ന അത്രയും വലിയ പക്വതയൊന്നും കൊച്ചനില്ല. പക്ഷെ അപ്പൻ കെട്ടിക്കൊടുത്തത് കൊണ്ടാ വിറക്. മുതിർന്നവരെ, ഞാനും നിങ്ങളുമാണ് മാതൃക. മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം കെട്ടിക്കൊടുത്ത വിറക് മകൻ ചുമന്നു. അതുകൊണ്ട് അത് ഉതിർന്നു പോകാതെ, അല്ല മകനല്ല വീട്ടുവേലക്കാരൻ ചുമന്നു എന്ന് തന്നെ വെച്ചോ, അവിടുന്ന് മുതിർന്നു പോകല്ലെങ്കിൽ കെട്ട് കയ്യിൽ ഏൽപ്പിച്ചവന് മാത്രമാണ് അതിന്റെ ഉത്തരവാദിത്വം. ഹല്ലേലൂയ.
പ്രൈസ് ടു ജീസസ്. ഇനി ഈ മല ഇത്രയും വലിഞ്ഞു കയറിയപ്പോഴും ഒരു വിറക് പോലും താഴെ വീണുവെന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അത് കെട്ട് സ്ട്രോങ് ആയതുകൊണ്ടാണ്. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിച്ചതുമായ പൊന്നിനേക്കാൾ നിന്റെ വിശ്വാസത്തിന്റെ കെട്ട് മുറുകണം. വിശ്വാസത്തിന്റെ കെട്ട് മുറുകണം. വിശ്വാസത്തിന്റെ കെട്ട് അയഞ്ഞു കിടക്കുന്നിടത്തോളം കാലം ലോകത്തിന് നിന്നെ എന്നെ കെട്ടാൻ പറ്റും. പിശാചിന് നിന്നെ എന്നെ കെട്ടാൻ പറ്റൂന്നേ. കാരണം നമ്മൾ അയഞ്ഞു കിടക്കുമല്ലേ, ആരെങ്കിലും ഒന്ന് കെട്ടിയല്ലേ പറ്റൂ, അല്ലേ? പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം പറയുന്നത് അബ്രഹാമും ഇസഹാക്കും യാക്കോബും വിറകും തീയും ദൈവശബ്ദമൊന്നും അല്ല. ഇതിനകത്ത് ദൈവാത്മാവ്, അതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് ദൈവാത്മാവ് പറയുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ കയ്യിലെടുത്ത വിറക്, അത് ശുശ്രൂഷയുടെ ഭാഗ. ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ കയ്യിലെടുത്ത മഴു, അത് ശുശ്രൂഷയുടെ ഭാഗ. ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ കൂട്ടിയ കഴുത, ശുശ്രൂഷയുടെ ഭാഗ. ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ കൂട്ടിയെടുത്ത വേലക്കാർ, അത് ശുശ്രൂഷയുടെ ഭാഗ. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കാണിച്ച മല, ശുശ്രൂഷയുടെ ഭാഗ. അവിടെ നീ തിരഞ്ഞെടുത്ത ലൊക്കേഷൻ, ശുശ്രൂഷയുടെ ഭാഗ. അവിടെ എവിടെയും നീ മടുത്തു പോകല്ല്, നീ നിരാശപ്പെടല്ല്, നീ ദൈവത്തെ കുറ്റപ്പെടുത്തല്ല്. മല കയറുമ്പോഴും താഴെ ഒരു ഓട്ടോറിക്ഷയോ ടാക്സിയോ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ നേരത്തെ കാര്യങ്ങൾ നടത്താമായിരുന്നു എന്ന് നീ പറയല്ല. മല കാണുമ്പം നീ നാശമെന്ന് പറയല്ല. മല കാണുമ്പോൾ നശിച്ചു പോകുമോ എന്തോന്ന് പറയല്ല. മല കാണുമ്പോൾ തകർന്നു പോകുമോ എന്ന് പറയല്ല. മല കാണുമ്പോൾ ഈ കാല് വയ്യാത്ത ഞാൻ, നീ ഇഞ്ചുറി ആയ ഞാൻ എങ്ങനെ ഈ മല വലിഞ്ഞു കയറുമെന്ന് നീ ചോദിക്കല്ല. കയറാൻ പറഞ്ഞ ദൈവത്തിന് നീ കയറുക മാത്രമേ വേണ്ടൂ. നീ കയറാൻ തയ്യാറായാൽ ഒരു എസ്കലേറ്റർ പോലെ നിന്നെ പൊക്കിക്കൊണ്ടു പോകും. ശുശ്രൂഷയ്ക്ക് നിന്ന ഫിലിപ്പോസ് ടിക്കറ്റ് കിട്ടിയില്ല, തൽക്കാലം ബുക്ക് ചെയ്തു, ഫ്ലൈറ്റ് നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. ശുശ്രൂഷയ്ക്ക് നിന്ന് കൊടുത്തതേ ഉള്ളൂ. ആത്മാവ് എടുത്തുകൊണ്ട് പോയതുപോലെ സഹോദരങ്ങളെ, വിശ്വാസത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. തിരുവെഴുത്തുകൾ ഒത്തിരി കാര്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ മറുപടി വൈകിയാണ് വന്നതെങ്കിലും ഇത്രയും ചിട്ട അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരികയാണ്. നമുക്ക് വെളിപ്പെടുത്താനാണ്, എനിക്ക് വെളിപ്പെടുത്താനാണ്, നിങ്ങൾക്ക് വെളിപ്പെടുത്താനാണ് ആ കൊച്ചനെ യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഒരുക്കം ഒരു യാഗത്തിന് വേണമെന്ന് പഠിക്കുവോ? പറ പഠിക്കുവോ? ഇത്രയും ഒരുക്കം യാഗത്തിന് വേണം, ഇത്രയും ഒരുക്കം ഒരു ശുശ്രൂഷയ്ക്ക് വേണം, ഇത്രയും ഒരുക്കം ഒരു ദൈവശബ്ദത്തിന് അനുസരണം കാണിക്കാൻ വേണം. പഠിക്കുവോ? ദൈവശബ്ദങ്ങൾ വൈകുന്നതിന്റെ പിന്നിൽ, മറുപടികൾ വൈകുന്നതിന്റെ പിന്നിൽ ഒരുക്കക്കുറവാണ് കാരണം. മറുപടികൾ വൈകുന്നതിന്റെ പിന്നിൽ ഒരുക്കക്കുറവാണ് കാരണം. നമ്മളൊക്കെ പിന്നെ എല്ലാം തികഞ്ഞവർ എന്നുള്ള ഒരു ധാരണയാണ് പലപ്പോഴും മനുഷ്യർക്കുള്ളത്. പക്ഷെ തിരുത്തണം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അടങ്ങുന്നവർ ഒരു സത്യം മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. ദൈവം വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാനും നിങ്ങൾ ഒന്നുമല്ല എന്നുള്ള കാര്യം. തിരുവെഴുത്തിൽ ഭക്തന്മാരൊക്കെ ഏൽപ്പിച്ചു കൊടുത്തേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, സമർപ്പിച്ചു കൊടുത്തേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. കാരണം ദൈവം വായി തുറക്കാത്തതിന്റെ കാരണം നമുക്ക് വോയിസ് ഇല്ലെന്ന് കർത്താവിനറിയാം. പ്രൈസ് ടു ജീസസ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ദൈവം ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കിയിട്ട് വെളിപ്പെടുത്തിയില്ല. അതാ നമ്മൾ വായിച്ച വെളിപ്പെടുത്തിയില്ല. തേജസ്സിനെ കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ഒന്നും പറഞ്ഞാൽ ഡൈജസ്റ്റ് ആകുന്നവർ ഇല്ല, ഇന്നുമില്ല. അതുകൊണ്ടാണത്. അടുത്തത്, യാഗത്തിന് കരുതലുണ്ടായത് നമ്മൾ അവിടെ കാണും. യാഗത്തിന്റെ കരുതൽ, മറുപടി താമസിച്ചല്ലേ വന്നേ? ഒരാട്ടുകൊറ്റനുണ്ട്, വള്ളിയിൽ കുടുങ്ങിക്കിടക്കുന്നു, നീ എടുത്ത് യാഗം അർപ്പിക്കുക. വൈകിയല്ലേ മറുപടി വന്നേ? വൈകിയാണ് മറുപടി വന്നേ. അടുത്തത്, യോശുവ 7 ദിവസത്തിന്റെ സഞ്ചാരത്തിന് ശേഷമാണ് അവരവിടെ ഒരു വിജയം കാണുന്നത്. വൈകിയല്ലേ മറുപടി വന്നേ? സമയം കഴിഞ്ഞു. വൈകിയല്ലേ മറുപടി വന്നേ? ആണ്. മശിഹായുടെ വരവ് അത് വൈകിയല്ലേ വരുന്നേ? കർത്താവ് ഇന്ന് വരെ വന്നോ? വന്നില്ല. ഇന്ന് രാത്രി വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ഇന്ന് രാത്രി വരാതിരിക്കാമോ? വരാതിരിക്കാം. നാളെ വരാം, സാധ്യത. വൈകിയല്ലേ വരുന്നത്?
മറുപടി വൈകി വരുന്നതിനകത്ത് തിരുവെഴുത്തിൽ ഒരുപാട് ലക്ഷണങ്ങളും കാണും. സൗഖ്യം പ്രാപിക്കുന്ന മനുഷ്യൻ, എത്ര ദിവസം അന്ധനായിരുന്നവരുണ്ട്, എത്ര വർഷം അന്ധനായിരുന്നവരുണ്ട്, എത്ര വർഷം മുടന്തനായിട്ടിരുന്നവരുണ്ട്, എത്ര വർഷം കൂനും കൊണ്ട് നടന്നവളുണ്ട്, എത്ര വർഷം രക്തസ്രാവം കൊണ്ട് നടന്നവളുണ്ട്. മറുപടി വൈകിയല്ലേ വന്നേ? അതെ, എവിടെയൊക്കെ ജനം ഒരുക്കപ്പെട്ടോ, എവിടെയൊക്കെ ജനം സറണ്ടർ ചെയ്തോ, എവിടെയൊക്കെ ജനം അനുസരിച്ചോ, എവിടെയൊക്കെ ജനം വെയിറ്റ് ചെയ്തോ, എവിടെയൊക്കെ ജനം ഫെയ്ത്ത്ഫുൾ ആയോ, അവിടെയൊക്കെ മറുപടികൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ മറുപടികൾ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇന്ന് രാത്രിയിലും ഒരു മറുപടിക്ക് വേണ്ടി മാന്യ സുഹൃത്ത് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ മറുപടികൾ വൈകിപ്പോയോ? പാസ്റ്റർ, കഴിഞ്ഞ മാസം ഞാൻ പേ ചെയ്യേണ്ടതായിരുന്നു, കഴിഞ്ഞ മാസം ഞാൻ കെട്ടേണ്ട കാശായിരുന്നു, ഇതുവരെയും കിട്ടിയില്ല. ആമേൻ. എന്റെ മറുപടി വൈകുന്നു. പാസ്റ്റർ, കഴിഞ്ഞ മാസം എനിക്ക് അതിന്റെ ഒരു ഇന്റിമേഷൻ വരേണ്ടതായിരുന്നു, ഇതുവരെ എനിക്ക് വന്നില്ല. കഴിഞ്ഞ മാസം എനിക്ക് അപ്രൂവ് ആകേണ്ടതായിരുന്നു, ഇതുവരെ ആയില്ല. കഴിഞ്ഞ മാസം എനിക്ക് ഫിക്സ് ചെയ്യേണ്ടതായിരുന്നു, ഇതുവരെ ആയില്ല. കഴിഞ്ഞ മാസം നടക്കേണ്ടതായിരുന്നു, ഇതുവരെ നടന്നില്ല. വൈകി വരുന്നുണ്ടോ മറുപടി? അതൊരു നന്മയ്ക്കാണ്, അതൊരു നന്മയ്ക്കാണ്. അബ്രഹാമിന് മറുപടി വൈകി വന്നതിന്റെ പിന്നിൽ തന്റെ മകനാണ് സേവ് ആയത്. റൈറ്റ്? അബ്രഹാമിന്റെ മറുപടി വൈകി വന്നത് എന്നാ മലയ്ക്ക് താഴെ കിടന്നുകൊണ്ട് ചവിട്ടും കുത്തുമൊക്കെ കാണിച്ചെങ്കിലോ മകൻ യാഗമായി പോയെന്നെ, മകൻ യാഗമായി പോയെന്നെ. കർത്താവ് ആട്ടുകൊറ്റനെ ഒന്നും കരുതത്തൊന്നുമില്ല. അബ്രഹാമിന്റെ വിശ്വാസത്തെ ആയിരുന്നു കർത്താവ് നോക്കിയത്, അബ്രഹാമിന്റെ വിശ്വാസത്തെ. പക്ഷെ മലയോളം ആ മല കയറുമ്പോഴും കയറിയതിന് ശേഷവും വിറകടുക്കിയപ്പോഴും സ്റ്റിൽ ഹി ഈസ് ഫെയ്ത്ത്ഫുൾ, സ്റ്റിൽ ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. മകൻ വിട്ടു പോകാൻ പോകുകയാണെന്ന് തിരിച്ചറിയുമ്പോഴും, എന്നേക്കുമായി എനിക്ക് ഇത് അവസാനമായി അവനെ കാണാൻ കഴിയുന്ന ഒരു സമയമാണെന്ന് തിരിച്ചറിയുമ്പോഴും സ്റ്റിൽ ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനെ തേടുന്നു. ദൈവം ഇന്ന് രാത്രിയിൽ വിശ്വസ്തനെ തേടുന്നു. നിന്റെ മകനെ നശിപ്പിച്ചിട്ട് വേണ്ട എന്റെ ദൈവത്തിന് പ്രസാദിക്കാൻ. നിന്റെ മകന്റെ രക്തം കണ്ടിട്ട് വേണ്ട എന്റെ ദൈവത്തിന് പ്രസാദിക്കാൻ. ഹല്ലേലൂയ. നിന്റെ തകർച്ച കണ്ടിട്ട് വേണ്ട നിന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ. നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വേണ്ട നിന്നെ ദൈവത്തിലോട്ട് വലിച്ചടുപ്പിക്കാൻ. നിന്റെ അസ്ഥി ഒടിച്ചിട്ട് വേണ്ട നിന്നെ ഒരു ദൈവവിശ്വാസിയാക്കി മാറ്റാൻ. അവൻ നിന്നെ സ്നേഹിക്കുന്നു, അവൻ നിനക്കായി കരുതുന്നു എന്ന സത്യാവസ്ഥ ബോധിപ്പിച്ച് നീ സ്നേഹിച്ചാ മതി. നിന്നെ ഒരു ആക്സിഡന്റിൽ പെടുത്തിയിട്ട് വേണ്ട അയ്യോ ദൈവം അടിച്ചൊടിച്ചെന്ന് പറഞ്ഞ് നിന്നെ ദൈവത്തെ വിശ്വസിപ്പിക്കാൻ. അങ്ങനെ വിശ്വാസികൾക്ക് പഞ്ഞമില്ലെന്നേ ദൈവത്തിന്. നിന്നെ മുഴുവനും തകർത്ത് തരിപ്പണാക്കിയിട്ട് വേണ്ട നിന്നെ ദൈവത്തെ കുറിച്ചൊരു വലിയ സാക്ഷ്യം നിന്നെ കൊണ്ട് പറയിക്കാം. നിന്റെ മറുപടി വൈകുന്നുണ്ടെങ്കിൽ മാന്യമിത്രമേ, അതൊരു വലിയ മഹിമയ്ക്കായിട്ടാ, അതൊരു വലിയ മഹിമയ്ക്കായിട്ടാ, അതൊരു വലിയ മഹിമയ്ക്കായിട്ടാ. നീ വിശ്വസിച്ചേ. അബ്രഹാമിന് മറുപടി വൈകി, പക്ഷെ മറുപടി വെളിപ്പെട്ടു. ദാനിയേലിന് മറുപടി വൈകി, മറുപടി വെളിപ്പെട്ടു. പൗലോസ്ലീഹായിക്ക് കപ്പൽ ഛേദം നീണ്ട നാളുകൾ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ 14-ാമത്തെ അധ്യായം നീണ്ട 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ കുറ്റാൻകുറ്റി ഇരുട്ട് തടയ്ക്കപ്പെട്ട ദിവസങ്ങൾ, കപ്പൽ തകർന്നു പോകുന്ന സമയം, 14 ദിവസം ദൈവശബ്ദമില്ല, ദൈവിക എൻകൗണ്ടർ ഇല്ല. പക്ഷെ അവസാനം ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് തന്നെ തകർന്ന കപ്പലിനകത്തുനിന്ന് വിടുവിക്കുകയാണ്. അപ്പോസ്തലനും മറുപടി വൈകി, പക്ഷെ ജീവൻ നഷ്ടപ്പെടാൻ അനുവദിച്ചില്ല. ഇന്ന് വിശ്വസിക്കുന്ന ആരോടൊക്കെയാ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? ഇന്ന് വിശ്വസിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. നിന്റെ മറുപടി വൈകിയാലും അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം. പ്രിയപ്പെട്ട സഹോദരി, നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, ദൈവം പറഞ്ഞ ശബ്ദങ്ങൾ, അത് വൈകിയാലും അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം. ഒരു ആമേൻ പറയാൻ കഴിയുന്നവർ മാത്രം ഒന്ന് പറഞ്ഞേ, അത് വരും നിശ്ചയം. ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും ഒന്ന് ഈ രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച്, എന്റെ മറുപടികൾ വൈകുന്നത് ഒരിക്കലും എന്റെ തകർച്ചയ്ക്കായിട്ടല്ല, അത് വൈകുന്നത് എന്റെ നന്മയ്ക്കായിട്ടാണ്. ഒന്ന് പറയാൻ കൃപ ലഭിക്കുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്റെ മറുപടികൾ വൈകുന്നത് അതെന്റെ തകർച്ചയ്ക്കായിട്ടല്ല, അതെന്റെ നന്മയ്ക്കായിട്ടാണ്, അതെന്റെ നന്മയ്ക്കായിട്ടാണ്, അതെന്റെ നന്മയ്ക്കായിട്ടാണ്. ആമേൻ, ആമേൻ, ആമേൻ. പറയാൻ കഴിയുന്നവർ, എന്റെ മറുപടി വൈകിയാലും അത് വരും നിശ്ചയം, എന്റെ മറുപടികൾ അത്
തിരുവെഴുത്തിൽ എവിടെയും മറുപടി കിട്ടാതിരുന്നിട്ടില്ല. തിരുവെഴുത്തിൽ എവിടെയും മറുപടി കിട്ടാതിരുന്നിട്ടില്ല. തിരുവെഴുത്തിൽ എവിടെയും മറുപടി കിട്ടാതിരുന്നിട്ടില്ല. പ്രാർത്ഥിച്ച ഭക്തനും മറുപടി കിട്ടി, എത്തി നോക്കിയ ദൂതനും മറുപടി കിട്ടി, എത്തി നോക്കിയ ദൂതനും മറുപടി കിട്ടി, കാത്തിരുന്നവനും മറുപടി കിട്ടി, മുറിയടച്ചിരുന്ന പ്രാർത്ഥിച്ചവനും മറുപടി കിട്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ മാന്യ സുഹൃത്തേ, നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും. ഓ രാമാശിയാം ദീർഘമന. പരിശുദ്ധ ദൈവമേ, പരിശുദ്ധ ദൈവമേ, ഒന്ന് വിളിച്ചേ ദൈവമക്കളെ, കർത്താവേ എന്നൊന്ന് വിളിച്ച്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വേദന അനുഭവിച്ചിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കർത്താവിനെ കുറ്റപ്പെടുത്തിയെങ്കിൽ ദൈവത്തോട് പറഞ്ഞേ, അപ്പാ ഐ ആം സോറി. മറുപടി വൈകി വന്ന അനുഗ്രഹീത ഭക്തന്മാരുണ്ട്, ദൈവത്തെ കുറ്റപ്പെടുത്താതെ കാത്തിരുന്ന ഭക്തന്മാരുണ്ട്. ഐ ആം സോറി ഡാഡി. കുറ്റപ്പെടുത്തിയതിനായി മാപ്പ്, പിറുപിറുത്തതിനായി മാപ്പ്. ഹോ രാമാശിയാം ദേൽഖിയാം റിയാം ദേൽഖിയാം. നിന്റെ മറുപടി വൈകി വന്നാലും മറുപടി വരുമെന്നുള്ളതാ സത്യം. നിന്റെ മറുപടി വൈകി വന്നാലും വൈകിയാലും മറുപടി വരുമെന്നുള്ളതാ സത്യം. ഗ്ലോറി ടു ജീസസ്. ഇന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികൾ, ആമേൻ, അപ്പൻ വെയിറ്റ് ചെയ്തു, ധൂർത്തപുത്രന്റെ അപ്പൻ വെയിറ്റ് ചെയ്തു, മറുപടി വൈകി. മകന്റെ കയ്യിലിരിക്കുന്ന ധനം തീരത്തക്ക വണ്ണമുള്ള നിലയിൽ മറുപടി വൈകിയാലും അവൻ അപ്പന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു. അവൻ മടങ്ങി വന്നു എങ്കിൽ മറുപടി വൈകിയാലും മടങ്ങി വരും. നിന്റെ തലമുറകൾ ഇതുവരെയും ട്രാക്കിലായിട്ടില്ലെങ്കിലും, അവർ വിശ്വാസത്തിൽ വന്നിട്ടില്ലെങ്കിലും, നീ വിശ്വസിച്ചേ കുഞ്ഞെ, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശുദ്ധീകരിക്കുന്ന പൊന്നിനേക്കാൾ നിന്റെ വിശ്വാസം വിലയേറിയതായതുകൊണ്ട് അവൻ മടങ്ങി വരുമെന്നുള്ള നിന്റെ വിശ്വാസത്തിന് മറുപടി അല്പം വൈകിയാലും മറുപടി വരും. നീ പ്രതീക്ഷിക്കുന്ന, നിന്നെ വിട്ടുപോയവർ നിന്നെ വിളിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുന്നു, നീ വിശ്വസിക്കുന്നു. അവരുടെ വിളി അല്പം വൈകിയാലും മറുപടി വരും. നിന്റെ ഹസ്ബൻഡ് മാനസാന്തരപ്പെടുമെന്ന് നീ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി വൈകിയാലും മറുപടി വരും. ഓ രാമാശം ദേൽഖിയാം ധര. നിനക്കുള്ള ഡോറുകൾ തുറക്കുമെന്ന് നീ വിശ്വസിക്കുന്നു. ദൂതുകൾ കേട്ടു, പ്രവചനങ്ങൾ കേട്ടു, പക്ഷെ ഇതുവരെയും തുറന്നില്ല. മറുപടി അല്പം വൈകിയാലും മറുപടി വരും സുഹൃത്തെ. നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച മറുപടി വരും. ദൈവം എന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ഇതുവരെയും വലിയ കാര്യങ്ങൾ ഒന്നും കാണുന്നില്ല. മറുപടി അല്പം വൈകിയാലും മറുപടി വരുമെന്നേ. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്ന മറുപടി വരും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നേ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി. മോനെ, നീ ബലഹീനനായിട്ട് ആ ശക്തിയെ പുതുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നെന്ന് കർത്താവിനറിയാം. നീ എവിടെയൊക്കെയോ ബലഹീനത അനുഭവിക്കുന്നു എന്ന് ദൈവത്തിനറിയാം. തിരുവെഴുത്ത് പറയുന്നു, കാത്തിരിക്കുന്നവന് ശക്തിയാ വേണ്ടതെന്ന് ദൈവം എങ്ങനെ തിരിച്ചറിഞ്ഞു? കാത്തിരിക്കുന്നവന് ശക്തിയാ വേണ്ടതെന്ന് ദൈവം എങ്ങനെ തിരിച്ചറിഞ്ഞു? കാത്തിരിക്കുന്നവൻ, ഉപവാസത്തോടെ കാത്തിരിക്കുന്നവരോടാ ഞാൻ പറയുന്നേ. ഉപവാസത്തോടെ കാത്തിരിക്കുന്നു, വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, പ്രത്യാശയോടെ കാത്തിരിക്കുന്നു, വാഗ്ദത്തത്തോടെ കാത്തിരിക്കുന്നു. നീ ശക്തിയെ പുതുക്കും. നീ പറന്നുയരും. നീ ചിറകടിച്ചു കയറും. ഉപവാസത്തോടെ കാത്തിരിക്കുന്നവരെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരെ, നീ ഇറക്കത്തിൽ വെച്ച് കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നീ ചിറകടിച്ചു മുകളിലേക്ക് കയറുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് അറിയിക്കുകയാണ്. ഓ ഗ്ലോറി. ദൈവകരങ്ങളിലേക്ക് ജനത്തെ ഞാൻ സമർപ്പിക്കുന്നു പിതാവേ. ഇത് രാത്രി വലിയ ദൈവപ്രവൃത്തികൾ ഇതിനകത്ത് നടക്കുന്നതിനായി സ്തോത്രം. ചില ദുരുപദേശങ്ങൾക്കകത്ത് പെട്ടുപോയ ചില വ്യക്തികളുടെ കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. ദുരുപദേശങ്ങൾക്കകത്ത് പെട്ടുപോയ, അവിശ്വാസത്തിനകത്ത് വീണുപോയ ചില വ്യക്തികൾ എന്നെ വ്യക്തികളുടെ കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. അയാൾ സത്യം തിരിച്ചറിഞ്ഞ് മടങ്ങി വരും. വൈകിയാലും മടങ്ങി വരും.
വൈകിയാലും മടങ്ങി വരും. നാഥ, ഞാൻ ഈ ജനത്തെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ശിഖയെ മഹാസി ലാംഥുസി നാസി ഹിറാസ്ബര ഹർവാൽ ഖജ അൽഖാദർ അലാംബ്ര ഹസേദ്ര സമേൽതന ഹജേന്ദ്ര സബോഷ്കി അന്ത്രേസ് കുആന്ദ്രഹീർ. ഇന്ദ്രിയ ജയം ആവശ്യമുള്ള, ഇന്ദ്രിയ ജയങ്ങൾ ആവശ്യമുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുക. ഇന്ദ്രിയ ജയം ആവശ്യമുള്ളവർ, കർത്താവ് നിന്നെ അതിന് സഹായിക്കും. ഈ സമയം നീ ഇപ്പോഴും ഒരു ഡെലിവറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എനിക്കിതിനകത്തുനിന്ന് പുറത്തു വരണം കർത്താവേ, എനിക്ക് ഈ അവസ്ഥയ്ക്കകത്തുനിന്ന് പുറത്തു വരണം കർത്താവേ. ഇന്ദ്രിയ ജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈ സമയം കർത്താവിനോട് ചോദിക്കുക. പരിശുദ്ധാത്മാവ് നിന്നെ ഇപ്പൊ ഹീൽ ചെയ്യാൻ പോവുക. നിന്റെ ആ ഒരു അവസ്ഥയെ, നിന്റെ ആ ഒരു വ്യാധിയെ, ആ ബാധയെ നിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ഒഴിവാക്കും. നിനക്ക് കർത്താവ് ഇന്ദ്രിയ ജയം തരും, ഇന്ദ്രിയ ജയം തരും, ഇന്ദ്രിയ ജയം തരും. ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേൽ ഒരു വലിയ കവചം വന്ന് പൊതിയുന്നത് ദൈവാത്മാവ് എന്നോട് പറയുന്നു. ഈ ഇന്ദ്രിയ ജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ വലിയ ഒരു കവചം കൊണ്ട് പൊതിയുന്നത് പോലെ ഒരു കാഴ്ച എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. കർത്താവ് എന്നോട് അത് പറയുന്നു. അത് വ്യക്തമായി നിങ്ങൾക്ക് ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ടൈമാണിത്. ഒരു രോഗം പോലെ ആ സാധനം നിന്നെ പിടികൂടിയിരിക്കും. ഒരു രോഗം പോലെ, എത്ര ടെസ്റ്റ് ചെയ്തിട്ടും കാരണം വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു രോഗം പോലെ ആ കാരണം നിന്നെ പിടികൂടിയിരിക്കുക, ആ ബാധ നിന്നെ പിടികൂടിയിരിക്കുക. നീ പ്രാർത്ഥിച്ചേ, ദൈവാത്മാവ് നിന്റെ മേൽ നിന്ന് അത് അഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സൈൻ എന്താ? ആ ഡെലിവറൻസ് വേണ്ട വ്യക്തിയുടെ സൈൻ ഇതാണ്. അവന്റെ ഇടതുവശത്തെ തല, അതായത് അവന്റെ നെറ്റിയുടെ ഇടത് ചെവിയുടെ മുകളിൽ തലവേദനയായിട്ട് ഇപ്പോൾ അവൻ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അവന്റെ സൈൻ ഇതാണ്. ആ വ്യക്തിയിൽ ഡെലിവറൻസ് നടക്കുന്നു, അവനെ കർത്താവ് തൊടുന്നു, പിശാച് എന്നാൽ അനുവദിക്കില്ല എന്നുള്ളതിന്റെ തെളിവ് ഇതാണ്. അവൻ ഇപ്പോൾ ഇടതുവശം, അവന്റെ തലയുടെ ഇടതുവശത്തെ ആ വശത്തായിട്ടൊരു വേദന അവൻ അനുഭവിക്കുന്നുണ്ട്. ആ സ്പിരിറ്റിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ ജനത്തെ അവിടുന്ന് ശുശ്രൂഷിക്കുന്നതിനായി സ്തോത്രം. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. ദൈവമക്കളെ, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കുന്നതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 6:30-ക്കും വൈകുന്നേരം 6:30-ക്കും നമുക്ക് ലൈവായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മുഖേനയോ നോർമൽ കോൾസിലൂടെയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഒപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു കൂട്ടായ്മയെ നിങ്ങൾ കൈത്താങ്ങാൻ, സാമ്പത്തികമായി നിങ്ങൾ കൈത്താങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന ഇതേ നമ്പറിൽ തന്നെ, നമ്മുടെ പ്രെയർ ലൈൻ നമ്പർ തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൊച്ചു മിനിസ്ട്രിയെ നിങ്ങൾക്ക് കൈത്താങ്ങാം. എന്നാൽ നാളത്തെ ഒരു വലിയ മിനിസ്ട്രി ആയി തീരും ഇത്. അതൊരു വലിയ സത്യമാണ്. മറ്റ് ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇതേ നമ്പറിൽ തന്നെ വിളിച്ച് അന്വേഷിക്കാവുന്നതുമാണ്. ഒപ്പം നിങ്ങളിത് ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുകയും അവരെ കൂടെ ഈ കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. പരിശുദ്ധാത്മാവ് അധ്യക്ഷനായിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഓരോ ദിവസവും പുതിയ പുതിയ അംഗങ്ങൾ വന്നു ചേരുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു.
നിങ്ങൾക്ക് കർത്താവ് എല്ലാ നന്മകളും നൽകട്ടെ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലത്തെ മോർണിംഗ് മീറ്റിംഗ് കറക്റ്റ് 6:30 മണിക്ക് തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല, കൃത്യം 6:30 മണിക്ക് തന്നെ അതിൻ്റെ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. മറ്റുള്ളവരെ കൂടെ ഞങ്ങളുടെ ആ മോർണിംഗ് മെസ്സേജ് നിങ്ങൾ അയച്ചു കൊടുക്കുകയും അവരെ കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. ഈ മീറ്റിംഗ് 6:30 മണിക്ക് നമുക്കുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുക. അവരെ കൂടെയൊക്കെ നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നേടണമേ എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.